മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷന്റെ 6 പതിറ്റാണ്ട് പഴക്കമുള്ള ചുറ്റുമതിൽ വിദ്യാർത്ഥികൾക്കും യാത്രക്കാർക്കും നാട്ടുകാർക്കും ഭീഷണിയാകുന്നു. പോലീസ് സ്റ്റേഷന് പിൻവശത്തെ മതിലാണ് വിണ്ടുകീറി റോഡിലേക്ക് വീഴാറായി നിൽക്കുന്നത്. മതിൽ പൊളിച്ചു നിർമ്മിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിനും വർഷങ്ങളുടെ പഴക്കമുണ്ട്. അപകടാവസ്ഥയിലായതുകൊണ്ട് പൊളിച്ചു മാറ്റി കൊടുത്തല്ലോ. അത് ബഡ്ജറ്റിൽ ഒരു പ്രപ്പോസൽ കൂടി കൊടുക്കുക, നിങ്ങളുടെ ഭാഗത്ത് കൊടുക്കുക, എംഎൽഎ കൊടുക്കും. മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷന് പിൻവശത്തെ ക്വാർട്ടേഴ്സിന് താഴ്ഭാഗത്താണ് മതിൽ തകർന്നിരിക്കുന്നത്. പല ഭാഗത്തായി മതിൽ വിണ്ട് അടർന്നാണ് നിൽക്കുന്നത്. പലയിടത്തും അടിഭാഗം ഇളകിയിട്ടുണ്ട്. 6 അടി ഉയരമുള്ള മതിൽ ഏതു സമയത്തും മറിഞ്ഞു വീഴാവുന്ന സ്ഥിതിയിലാണ്. മണ്ണാർക്കാട് ടിപ്പു സുൽത്താൻ റോഡിൽ നിന്ന് ദേശീയപാതയിൽ മണ്ണാർക്കാട് GMUP സ്കൂൾ പരിസരത്ത് സന്ധിക്കുന്ന റോഡ് ഈ മതിലിനോട് ചേർന്നാണുള്ളത്. മണിമുണ്ട കോളനി, പത്തുകുടി, നഞ്ചപ്പ നഗർ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മണ്ണാർക്കാട് GMUP സ്കൂൾ, KTM ഹൈസ്കൂൾ, ALPS, റഹ്മാനിയ മദ്രസ എന്നിവിടങ്ങളിലേക്ക് ഈ വഴിയിലൂടെയാണ് പോകുന്നത്. മതിലിന്റെ എതിർവശത്തെ വീടുകളിൽ വിദ്യാർത്ഥികൾ കളിക്കുന്നതും ഈ മതിലിനോട് ചേർന്നാണ്. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളും ഇതുവഴി പോകുന്നുണ്ട്. മഴക്കാലമായതിനാൽ പ്രദേശവാസികളുടെ ഉള്ളിൽ തീയാണ്. തകർന്ന മതിൽ പൊളിച്ചു പണിയണമെന്ന് വർഷങ്ങളായി ഇവിടുത്തുകാർ ആവശ്യപ്പെടുന്നതാണ്. 1 വർഷം മുൻപ് നടന്ന അദാലത്തിൽ മതിൽ പൊളിച്ചു നീക്കി സുരക്ഷ ഉറപ്പാക്കാൻ മന്ത്രി കൃഷ്ണൻകുട്ടി നിർദ്ദേശം നൽകിയിരുന്നതാണ്. മഴ തുടങ്ങിയാൽ അപകടം ഉറപ്പാണെന്നാണ് പ്രദേശത്തുകാർ പറയുന്നത്. മതിൽ പൊളിച്ചു നീക്കാൻ ആഭ്യന്തര വകുപ്പ് പണം അനുവദിച്ചെന്ന് പറയുന്നുണ്ടെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. അടിയന്തരമായി മതിൽ പൊളിച്ചു നീക്കണമെന്ന് പൊതുപ്രവർത്തകൻ ഉമ്മർ ആവശ്യപ്പെട്ടു. മണ്ണാർക്കാട് 18-ാം വാർഡിൽ നിന്ന് സംസാരിക്കുന്നതാണ്. ഒരു പോലീസ് സ്റ്റേഷൻ, ഒരു GMUP സ്കൂള്, എല്ലാം AE ഓഫീസ് എല്ലാം കൂടെ വരുന്നൊരു വാർഡാണിത്. അപ്പോൾ അതിൻ്റെ ഒരു പരിസരത്ത് പോലീസ് സ്റ്റേഷൻ്റെയൊക്കെ പുറകിലെ അവസ്ഥ വളരെ മോശമായിട്ടാണ് കിടക്കുന്നത്. വളരെ കാടും പൊന്തിയും പിടിച്ച് അതുകൂടാതെ കല്ലുകളും പാമ്പുകളും എല്ലാം നിറഞ്ഞിട്ടുണ്ട്. അവിടെ വൻ വാഹനങ്ങൾ, പഴയ വാഹനങ്ങൾ പിടിച്ചു കൊണ്ടുവന്നിട്ടത് തുരുമ്പെടുത്തിട്ട് അതും എല്ലാം കൂടെ അവിടെ വളരെ ഒരു അവസ്ഥ മോശമാണ്. കണ്ടമാനം മരങ്ങൾ നിൽക്കുന്നുണ്ട്, അതിൻ്റെ ഒരു അപകടാവസ്ഥ ഉണ്ട്. മതിലാണെങ്കിൽ ചാഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അത് എപ്പോൾ വേണമെങ്കിലും അവിടെ കുട്ടികൾ, ഈ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ, അവിടെ ഒരു മദ്രസ സ്ഥാപനമുണ്ട്, അതിലൂടെ പോകുന്ന വഴിയിലേക്ക് ചാഞ്ഞിട്ടാണ് ഈ മതിൽ നിൽക്കുന്നത്. അത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്. ഫണ്ട് എന്തൊക്കെ വെച്ചിട്ടുണ്ട്, അത് PWD കരാറ് കൊടുക്കണം, ടെൻഡർ ആക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അവർ. പക്ഷെ ഒന്നും ഇപ്പോൾ പെട്ടെന്ന് ഈ ഒരു മഴക്കാലം കൂടെ താങ്ങാനുള്ള കെൽപ്പാവും മതിലിനൊന്നുമില്ല. വളരെയധികം അപകടാവസ്ഥയിലാണത് നിലനിൽക്കുന്നത്. അപ്പോൾ അത് എല്ലായിടത്തും പോയി ഒരുപാട് ആളുകളായിട്ട് ബന്ധപ്പെട്ടു. കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, മുൻ MLA ശംസുദ്ദീൻ സാറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അത്. അപ്പോൾ വാർഡ് കൗൺസിലറെ, മുനിസിപ്പൽ ചെയർപേഴ്സണെ എല്ലാവർക്കും ഇത് അറിയിച്ചിട്ടുണ്ട്. അതിനൊരു സ്പീഡായിട്ടുള്ളൊരു വർക്ക് നടത്താനോ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനോ അവർ ഇതുവരെ തയ്യാറായിട്ടില്ല. ചില കരുതലുകൾ ബന്ധങ്ങൾ പോലെ അമൂല്യങ്ങളാണ്. പഴയ ഗോൾഡ്, തലമുറകൾ കൈമാറിയ ആത്മബന്ധം.